എല്ലാവരും നല്ല കൺഫ്യൂഷനിലാണ് 2-3 ദിവസമായിട്ട്. UGC ഒരു സർക്കുലർ വിട്ടിട്ടുണ്ട്. ഒന്നുമില്ല, ഇനി മുതൽ ഡിസ്റ്റന്റ് ആയിട്ടോ ഓൺലൈൻ മോഡിലോ സൈക്കോളജി ഡിഗ്രിയോ PGയോ അവൈലബിൾ ആയിരിക്കില്ല, അതെല്ലാ സ്ഥലത്തും നിർത്തും എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നടക്കുന്ന ഈ അക്കാദമിക് ഇയറിൽ എടുത്ത അഡ്മിഷൻ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഡിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റിക്കും സൈക്കോളജി ഡിഗ്രിയോ PGയോ നൽകാൻ പറ്റില്ല. അഥവാ ഇനി സൈക്കോളജി പഠിക്കണമെങ്കിൽ റെഗുലർ ആയിട്ട് തന്നെ പഠിക്കണം. ഇതാണ് അതിൻ്റെ ആ സർക്കുലറിൻ്റെ ഒരേ ഒരു ഉദ്ദേശം. നമ്മൾ ഇപ്പം CBT പഠിക്കണമെങ്കിൽ ബെക്കിൽ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാം അല്ലേ. ഇല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ, സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതിനെ ഒന്നും ബാധിക്കുന്നില്ല. അതൊക്കെ നമ്മൾക്ക് ഇനിയും ഇതേപോലെ തന്നെ തുടരാൻ പറ്റും. നമ്മൾ CBT അടക്കം സൈബ്രിഡ്ജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇതിനെ ഈ സർക്കുലർ ബാധിക്കുമോ എന്നുള്ള കൺസേണും നിങ്ങൾക്കുണ്ട്. ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. ആക്ച്വലി 4 ഇയർ ഡിഗ്രിയിൽ ഒരു ക്രെഡിറ്റ് സിസ്റ്റം വരുന്നുണ്ടല്ലോ അല്ലേ. 3rd ഇയർ കഴിഞ്ഞാൽ അഡീഷണൽ കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്യാം. അതിൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ വേണം, അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു ബോഡിയുടെ അഫിലിയേഷനുള്ള കോഴ്സുകളായിരിക്കണം അല്ലേ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ഓൺലൈൻ കോഴ്സുകളും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് ഓൺ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ ഒരിക്കലും ഈ സർക്കുലർ ബാധിക്കുന്നില്ല.